എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. ഗ്രില്ലൊന്നും ഇല്ലാതെയാണ് നമ്മളിന്ന് ഈ ചിക്കൻ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് ഈ ചിക്കൻ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ 2 തവണ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നാരങ്ങയുടെ നീരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കനിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവരോട് പറയുകയാണെങ്കിൽ അവർ ഇതുപോലെ തന്നെ മുറിച്ച് തരും. അല്ലെങ്കിൽ ഫുൾ ചിക്കൻ വാങ്ങിയിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞിട്ട് എടുക്കാം, തൊലി കളയാതെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ പേസ്റ്റ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മുറിച്ച ശേഷം നമ്മൾ അടുക്കളയിൽ ഉള്ളിയൊക്കെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കാം ചിക്കൻ. അപ്പോൾ അതൊന്ന് ഫ്ലാറ്റായി കിട്ടും. നമ്മൾ ഗ്രില്ലില്ലാതെയാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 20 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്നത് നന്നായിട്ടൊന്നും അതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തൈരൊക്കെ ചേർക്കുമ്പോൾ ചിക്കൻ നന്നായി സോഫ്റ്റായി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിലെ ജാറിൽ നന്നായിട്ട് തൈര് സവാള എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ സവാളയും മല്ലിയിലയും എല്ലാം കൂടി നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് പുരട്ടി മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് മാരിനേഷന് വേണ്ടി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ സവാളയുടെയും മല്ലിയിലയുടെയൊക്കെ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയാണ് നമ്മുടെ ചിക്കന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തെടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഗ്രില്ലില്ലാതെയാണ് ഈ ചിക്കൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ടാണിത് ചുട്ടെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കരുത്, ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ കുറച്ച് എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2 പീസുകളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ തിക്കായി പോകും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിലാണ് കുറച്ചും കൂടി നന്നായിരിക്കുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി ഇതൊരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. അതിനുശേഷം മറിച്ചിട്ടിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ഒരു സൈഡ് വെച്ചിട്ട് പോവരുത്. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്താൽ ഇത് നല്ല പെർഫെക്റ്റായിട്ട് മുരിഞ്ഞ് വരും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗ്രിൽഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ്, ഒട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏതാണ്ട് ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചിക്കൻ കുറച്ചും കൂടി എളുപ്പത്തിൽ വെന്ത് കിട്ടും അങ്ങനെ നമ്മളൊരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു സ്മോക്കി ഫ്ലേവർ, ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം കനലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കനലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പാനിൽ വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 3 മിനിറ്റ് ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ ആ പുകമണമൊക്കെ നമ്മുടെ ചിക്കനിൽ പിടിക്കും. അങ്ങനെ ഒരു സ്മോക്കി എഫക്റ്റ് നമ്മുടെ ചിക്കന് കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്രിൽഡ് ചിക്കൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് ഇതിന്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.